ഇൻവെൻ്ററി കോസ്റ്റിംഗ് മെത്തേഡ് പഠിക്കുന്നതിനായിട്ട് ഇവിടെ നോട്ട്ബുക്കിൻ്റെ ഒരു കണക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ബിസിനസ്സിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ 10 നോട്ട്ബുക്ക് നമ്മൾ ജനുവരിയിലെ മാസത്തിലേക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഒരു നോട്ട്ബുക്കിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 10 രൂപയാണ്. അപ്പോൾ 10 നോട്ട്ബുക്കിൻ്റെ വില 100 രൂപയാണ്. അപ്പോൾ ജനുവരിയിൽ നമ്മൾ 100 രൂപ കൊടുത്താണ് നോട്ട്ബുക്ക് വാങ്ങിയത്. പിന്നീട് ഫെബ്രുവരിയിൽ നമ്മൾ വീണ്ടും 10 നോട്ട്ബുക്ക് കൂടി വാങ്ങുന്നു നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. പക്ഷേ എന്ത് പറ്റി? 5 രൂപ കൂടുതലായി, അതായത് വില 5 രൂപ കൂട്ടി. അപ്പോൾ നമ്മൾ 10 രൂപയ്ക്ക് നമുക്ക് നോട്ട്ബുക്ക് കിട്ടിയില്ല. നമ്മൾ എത്ര രൂപ കൊടുത്തു? 15 രൂപ നമ്മൾ കൊടുക്കേണ്ടി വന്നു. അതായത് ടോട്ടലി 10 നോട്ട്ബുക്ക് വാങ്ങുന്നതിന് വേണ്ടി നമുക്ക് 150 രൂപ നമുക്ക് ചിലവായി. പിന്നീട് മാർച്ചിൽ നമ്മൾ വീണ്ടും നോട്ട്ബുക്ക് വാങ്ങുന്നു. പക്ഷേ നമ്മൾ 10 അല്ല വാങ്ങുന്നത്, ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് അധികം വാങ്ങുന്നു. അതായത് 20 നോട്ട്ബുക്ക് നമ്മൾ വാങ്ങുന്നു. പക്ഷേ വിലയും കൂടുതലാണ്. ഒരു നോട്ട്ബുക്കിന് 20 രൂപയാണ് ഈടാക്കിയത്. അപ്പോൾ മാർച്ച് മാസം നമ്മൾ നോട്ട്ബുക്കിന് വേണ്ടിയിട്ട് ചിലവാക്കിയത് 400 രൂപയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ടോട്ടൽ എത്ര നോട്ട്ബുക്ക് ഉണ്ട്? ജനുവരിയിൽ 10, ഫെബ്രുവരി 10, മാർച്ചിൽ 20, ടോട്ടൽ 40 ബുക്ക് നമ്മുടെ കൈവശമുണ്ട്. എത്ര രൂപയ്ക്കാണ് നമ്മൾ ടോട്ടൽ വാങ്ങിയത്? 100, 150, 400, ടോട്ടൽ 650 രൂപയുടെ നോട്ട്ബുക്ക് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40 നോട്ട്ബുക്കിൽ 30 നോട്ട്ബുക്കുകൾ നമ്മൾ എന്ത് ചെയ്തു? സെയിൽ ചെയ്തു. 30 നോട്ട്ബുക്ക് കസ്റ്റമേഴ്സിന് നമ്മൾ സെയിൽ ചെയ്തു. ഒപ്പം നിലവിൽ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉള്ളത് 10 നോട്ട്ബുക്കാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു? ഈ നിലവിലുള്ള 10 നോട്ട്ബുക്കിൻ്റെ കോസ്റ്റ് എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? കോസ്റ്റിംഗ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഫിഫോ മീൻസ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അതായത് ആദ്യം വന്ന ബുക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം വിൽക്കുന്നു എന്നുള്ള രീതിയാണ് ഫിഫോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ലിഫോ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അവസാനം വന്ന ബുക്കായിരിക്കും നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്? സെയിൽ ചെയ്യുന്നത്. ലാസ്റ്റ് വൺ WAC അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് കൂടിയുണ്ട്. അപ്പോൾ ഓരോ മെത്തേഡിലും എങ്ങനെയാണ് കണ്ടെത്തുന്നത്, അതിൻ്റെ റേറ്റ് എങ്ങനെ വരും എന്നാണ് നമ്മളൊന്ന് കണ്ടെത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഫിഫോ മെത്തേഡ് വഴിയാണെങ്കിൽ നമ്മുടെ കോസ്റ്റ് എത്രയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം മേടിച്ച ബുക്ക് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം വിൽക്കും. അതാണ് ഫിഫോ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പോൾ ജനുവരിയിൽ വാങ്ങി, ഫെബ്രുവരിയിൽ വാങ്ങി, മാർച്ചിൽ വാങ്ങി. അപ്പോൾ ഇവിടെ ആദ്യം വാങ്ങിയ ബുക്ക് നമ്മൾ ആദ്യം വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജനുവരിയിലാണ് നമ്മൾ ആദ്യം ബുക്ക് വാങ്ങിയത്. അപ്പോൾ ഈ ഒരു 10 നോട്ട്ബുക്ക് നമ്മൾ സെയിൽ ചെയ്തു. അതിനുശേഷം ഫെബ്രുവരിയിൽ രണ്ടാമത് ബുക്ക് വാങ്ങി. അപ്പോൾ ഈ ഒരു 10 നോട്ട്ബുക്ക് നമ്മൾ രണ്ടാമത് സെയിൽ ചെയ്തു. അവസാനം മാർച്ചിൽ 20 നോട്ട്ബുക്ക് വാങ്ങി. അതിലെത്രണ്ണം സെയിൽ ചെയ്തു? 10 സെയിൽ ചെയ്തു. അപ്പോൾ ടോട്ടൽ 30 ബുക്ക് നമ്മൾ എന്ത് ചെയ്തു? സെയിൽ ചെയ്തു. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു 10 നോട്ട്ബുക്ക് എന്ന് പറയുന്നത് ഏത് മാസത്തെ ആയിരിക്കും? മാർച്ച് മാസത്തേതായിരിക്കും. അതായത് ഒരു ബുക്കിൻ്റെ വില എത്രയായിരിക്കും? 20 രൂപ. അപ്പോൾ 10 × 20 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 200 രൂപയാണ് ഈ ഫിഫോ മെത്തേഡ് വഴി ചെയ്താൽ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലിഫോ മെത്തേഡ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അവസാനം വന്ന ബുക്ക് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം സെയിൽ ചെയ്യും. അതായത് മാർച്ചിലാണ് ലാസ്റ്റ് നമ്മൾ ബുക്ക് വാങ്ങിയത്. അപ്പോൾ മാർച്ചിൽ വാങ്ങിയ ബുക്ക് 20 നമ്മൾ എന്ത് ചെയ്തു? സെയിൽ ചെയ്തു. ഫെബ്രുവരിയിൽ ഉള്ള 10 നമ്മൾ സെയിൽ ചെയ്തു. അപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ബാക്കിയുള്ള 10 ബുക്ക് എന്ന് പറയുന്നത് ഏത് മാസത്തെയാണ്? ജനുവരിയിലെ സ്റ്റോക്കാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അതായത് എത്ര രൂപയുടെ ബുക്ക്? 10 രൂപയുടെ ബുക്ക്. അതായത് ലിഫോ മെത്തേഡ് വഴിയാണ് ചെയ്യുന്നത് ബുക്കിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 10 × 10, അതായത് 100 രൂപയായിരിക്കും. ഇനി WAC ആണെങ്കിൽ നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ടോട്ടൽ നമ്മൾ എത്ര രൂപയ്ക്കാണ് ബുക്ക് പർച്ചേസ് ചെയ്തത് എന്ന് കണ്ടെത്തുക. ടോട്ടൽ നമ്മൾ 650 രൂപയ്ക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. അതേപോലെ തന്നെ എത്ര നോട്ട്ബുക്കാണ് ടോട്ടൽ പർച്ചേസ് ചെയ്തത്? 40 നോട്ട്ബുക്ക്. അപ്പോൾ 650നെ നമ്മൾ 40 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 16.25 എന്നായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള ബുക്ക് എത്ര ബുക്കാണ്? 10 ബുക്കാണ്. അപ്പോൾ 16.25 ആയിരിക്കും ഒരു ബുക്കിൻ്റെ വില. അപ്പോൾ 10 ബുക്കിൻ്റെ വില കാണണമെങ്കിൽ 10 × 16.25, അതായത് 162.5.